Aslam sir, Aslam is Jafar Sadiq, Arshad, Chairman Ashraf, നന്ദി പറയുന്ന നല്ല ആശംസ അർപ്പിക്കുന്ന നമ്മുടെ ഓർഫനേജിൻ്റെ ജനറൽ സെക്രട്ടറി മുഹമ്മദ് അലി മാഷ്, മറ്റ് അധ്യാപകരെ, ഏറ്റവും സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികൾ, വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ വേദി നിങ്ങൾക്ക് മുഖ്യാതിഥിയായി ലഭിച്ചിരിക്കുന്നത് പഴയ എൻ്റെ വിദ്യാർത്ഥി എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റുഡൻറ്റ് ഇൻ ലോ, ഞാൻ ഡയറക്റ്റ് പഠിപ്പിച്ചിട്ടില്ല, സ്റ്റുഡൻറ്റ് ഇൻ നമ്മൾ പറയില്ല ബ്രദർ ഇൻ ലോ സിസ്റ്റർ ഇൻ ലോ എന്ന് പറയുന്നത്, സ്റ്റുഡൻറ്റ് ഇൻ ലോ ആയിട്ടുള്ള ജാഫർ അലി സാറിനെയാണ്. മാത്രമല്ല ഞങ്ങൾ ഒന്നിച്ച് സഹപ്രവർത്തകരായിരുന്നു. ഞങ്ങൾക്ക് ഒന്നിച്ച് വേദി പങ്കിടാൻ സാധിച്ചത് ഞാൻ അതിയായി സന്തോഷിക്കുകയാണ്. നിങ്ങൾക്ക് ഏറ്റവും ഉചിതമായ ഒരു അതിഥിയെ തന്നെയാണ് നിങ്ങൾ ലഭിച്ചിരിക്കുന്നത് എന്നുള്ളത് എനിക്ക് അതിൽ കൂടുതൽ സന്തോഷം നൽകുന്ന കാര്യമാണ്. ഞാൻ ഈ പരിപാടിയിൽ ഹാപ്പി ടു ബി ഹിയർ എന്ന് വേണം പറയാം. ഞാനിവിടെ എത്തി. അങ്ങനെ ഞാൻ ശ്രീലാൽ സാർ വന്ന് ക്ഷണിച്ചപ്പോൾ ഞാൻ ജാഫറിലുള്ളപ്പോൾ നമുക്ക് വേണ്ടത് പറയാൻ പറ്റില്ല. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് ഓടിയെത്തുന്നത്. ഇനിയോ നിങ്ങളെ എല്ലാവരെയും കാണാനും നിങ്ങളുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ ഞാൻ നിങ്ങളെ ക്ഷണിച്ചതിൽ ഞാൻ നന്ദി പറയുന്നു. കൊമേഴ്സിൽ നമ്മുടെ നിഹാൻ പറഞ്ഞ മാതിരി ബാക്ക് ബോൺ തന്നെയാണ്. നിങ്ങൾക്ക് യാതൊരു സംശയമില്ല. കോമേഴ്സ് പറയുന്നത് നമ്മുടെ ഇതിൻ്റെ എക്കണോമി നമ്മുടെ നിലനിൽക്കുന്ന ഒരു ബാക്ക് ബോൺ തന്നെയാണ് കോമേഴ്സിലെ വിദ്യാർത്ഥികൾ. ഭാവിയിലെ വാഗ്ദാനങ്ങളാണ്. നമുക്കറിയാം ലോകരാഷ്ട്രങ്ങൾ തന്നെ ഓരോ കരാർ ഒപ്പിടുന്നത് അല്ലെങ്കിൽ ഒരു യുദ്ധം ഉണ്ടാകുന്നത് മിക്കവാറും ഇത്തരം ഒരു കോമേഴ്സിൽ പ്രൊഫഷന് വേണ്ടിയിട്ടാണ്. ആരാണ് മുന്നിൽ നിൽക്കുന്നത്? ഇതിന് നമുക്ക് കച്ചവട ആവശ്യങ്ങൾ നമുക്കറിയാം. നമ്മുടെ ചരിത്രങ്ങളൊക്കെ പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലോകത്തെ ചുറ്റി സഞ്ചരിച്ചിരുന്ന ആൾക്കാരൊക്കെ നമ്മുടെ ഈ വ്യാവസായിക അല്ലെങ്കിൽ കച്ചവട ആവശ്യത്തിന് വന്ന ആൾക്കാരാണ്, ദേശീയമൊക്കെ അല്ലേ. അപ്പോൾ ഇപ്പോഴും അത് തന്നെയാണ് നടക്കുന്നത്. ആരാരുടെ മേൽക്കോയ്മ നേടുന്നു എന്നുള്ളത്. അപ്പോൾ കോമേഴ്സിൻ്റെ വളരെയധികം സാധ്യതകൾ തന്നെയാണ്. നിങ്ങൾക്ക് ഒരു സംശയം വേണ്ട, വളരെയധികം നിസ്സംശയം പറയാം. ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കോമേഴ്സ് 4 ഗ്രൂപ്പാണുള്ളത്. ഫസ്റ്റ് ഗ്രൂപ്പ്, സെക്കൻഡ് ഗ്രൂപ്പ്, തേർഡ് ഗ്രൂപ്പ്, ഫോർത്ത് ഗ്രൂപ്പ്. ഇങ്ങനെയാണ് പ്രീ ഡിഗ്രി നിങ്ങൾക്ക് നിങ്ങളുടെ ഹയർ സെക്കൻഡറി അല്ല. ഫസ്റ്റ് ഗ്രൂപ്പ്, സെക്കൻഡ് ഗ്രൂപ്പ്, തേർഡ് ഗ്രൂപ്പ്, ഫോർത്ത് ഗ്രൂപ്പ്, ഇങ്ങനെയാണ്. അങ്ങനെ 4 ഗ്രൂപ്പേ ഉള്ളൂ. അതിൽ ഫസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് സയൻസ് മീൻസ് മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇല്ല. സെക്കൻഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്സ് ഒഴിവാക്കിയിട്ട് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, സുവോളജിയും ബോട്ടണി. തേർഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഹിസ്റ്ററി, ഇക്കണോമിക്സ്, പിന്നെ വേറെ ഏതെങ്കിലും ഒരു സബ്ജക്ട് കൂടെ കൂടിയിട്ടുണ്ട്. കോമേഴ്സ് ഫോർത്ത് ഗ്രൂപ്പ് എന്ന് പറയുന്നത് കോമേഴ്സാണ്. അതിനെ സംബന്ധിച്ചിടത്തോളം ഈ ഫോർത്ത് ഗ്രൂപ്പിൽ അതൊക്കെ നമ്മൾ 1, 2, 3, 4 എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഏറ്റവും ആദ്യം നിൽക്കുന്നത് ഫസ്റ്റ് ഗ്രൂപ്പിൽ അഡ്മിഷൻ കിട്ടുക എന്നുള്ളതാണ് ഇതിൽ. അപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പിൽ അഡ്മിഷൻ കിട്ടുന്നതാണ് കുറച്ചുകൂടെ കുറച്ചുകൂടെ ഇന്റലിജന്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് പോകുന്നത്. സയൻസ് ബ്രാഞ്ച് തിരഞ്ഞെടുത്തിട്ട് പോകുന്നത് മിക്കവാറും വരുന്നത് കോമേഴ്സ് ഗ്രൂപ്പിൽ വളരെ മോശപ്പെട്ട സ്റ്റുഡൻസ് ആയിരുന്നു. അങ്ങനെയായിരുന്നു അന്ന്. അത് കാരണം എല്ലാവരും തള്ളിയിട്ടിരുന്ന ഒരു ഗ്രൂപ്പായിരുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്കറിയാം ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ളത് കോമേഴ്സ് ഗ്രൂപ്പിലാണ്. ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് വരുന്നത് കോമേഴ്സ് ഗ്രൂപ്പിലാണ്. എന്തുകൊണ്ടാണ്? അതിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ടാണ്. പ്രായോഗിക ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സാധ്യതകളുള്ളത് സയൻസ് സബ്ജക്റ്റിനേക്കാൾ. സയൻസ് സബ്ജക്റ്റുകളൊക്കെ മറ്റുള്ള കോളേജ് ഇപ്പോൾ എയ്ഡഡ് കോളേജിൽ പോലും പിന്തള്ളപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ധാരാളം വേക്കൻറ്റ് സ്റ്റുഡൻറ്റ് എന്താ പറയുക, കുട്ടികൾ ചേരാതെ കോഴ്സിൽ 40 സ്റ്റുഡൻസ് വേണ്ടെടുത്ത് 10-15 സ്റ്റുഡൻസ് മാത്രമേ സയൻസ് ഗ്രൂപ്പിൽ ചേരുന്നുള്ളൂ. ഇപ്പോൾ കെമിസ്ട്രിക്ക്, മാത്തമാറ്റിക്സിന് നിങ്ങൾക്കറിയാം. ഇവിടെ തന്നെ മാത്തമാറ്റിക്സ് നമ്മൾ തുടങ്ങിയിട്ട് മാത്തമാറ്റിക്സിന് ചേരാനാണ്. ഇത് എയ്ഡഡ് കോളേജിൽ പോലും ഇതാണ് സ്ഥിതി. അപ്പം നമ്മുടെ നിഹാൻ പറഞ്ഞത് ഒരിക്കലും തെറ്റല്ല, നിങ്ങൾ ജീവിക്കേണ്ട ആവശ്യമില്ല. അത് വളരെ വലിയൊരു ഫാക്ടർ തന്നെയാണ്. കോമേഴ്സിന് വളരെയധികം സാധ്യതകളാണ്. ഒരു ബികോം കഴിഞ്ഞതിന് ശേഷം ഒരു ഡിഗ്രിയുടെ ആ തലത്തിൽ നിങ്ങൾക്ക് ഒരു ജോലി അന്വേഷിക്കാൻ സാധിക്കും. ഒരു അക്കൗണ്ടൻ്റ് ആയിട്ടോ നിങ്ങൾ അതിനോട് കൂടിയിട്ട് അഡീഷണൽ ആയിട്ട് ഒരു ടാലിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചെറിയ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ചെറിയ ജോലി അന്വേഷിച്ച് വിദേശത്തോ അല്ലെങ്കിൽ സ്വദേശത്തോ നിങ്ങൾക്ക് ജോലി ലഭിക്കുന്നുള്ളത് വലിയൊരു കാര്യമാണ്. കാരണം മറ്റേത് ഡിഗ്രി കഴിക്കുകയാണെങ്കിൽ ഒരു ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ തലത്തിൽ ഒരു ജോലി ലഭിക്കാൻ സാധിക്കാം. പക്ഷേ ഇത് അങ്ങനെയല്ല.
കോമേഴ്സ് അങ്ങനെയല്ല. കോമേഴ്സിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിവർത്തിന്നുകൊണ്ട് തന്നെ ഞാൻ ബികോം വിത്ത് ടാലി അല്ലെങ്കിൽ ബികോം വിത്ത് വേറെ ഏതെങ്കിലും അഡീഷണൽ കമ്പ്യൂട്ടർ കോഴ്സസ് ചെയ്തിട്ടുണ്ട്, ജോലിക്ക് പ്രാപ്തനാണെന്നുള്ളത് തിരിച്ചറിയാൻ സാധിക്കും. അപ്പം അത് തന്നെയാണ് ഏറ്റവും വലിയൊരു സാധ്യത. അതേപോലെ അതിനകത്ത് ധാരാളം ഒരുപാട് നിങ്ങൾ കാണാൻ പുറങ്ങളുണ്ട്. നമ്മളെല്ലാവരും ഡോക്ടർ ആവുന്നുണ്ട്, എഞ്ചിനീയർ ആവുന്നുണ്ട്, മറ്റെല്ലാ ഫീൽഡ് മേഖലകളിലും പ്രഗത്ഭന്മാരാകുന്നുണ്ട്. പക്ഷെ നമ്മുടെ വരുമാനത്തിന് നമ്മൾ എങ്ങനെ ചെലവഴിക്കണം നമുക്കൊരു അഡ്വൈസ് ചെയ്യാൻ വേറൊരാൾ വേണം. നമ്മളിപ്പോൾ വലിയൊരു സർജൻ ആവാം, വലിയ ഡോക്ടർ ആവാം, പക്ഷെ അയാൾക്ക് ഒരുപാട് പൈസ ഉണ്ടാവാം. പക്ഷെ അതെങ്ങനെ വിനിയോഗിക്കണം അത് പഠിക്കണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെ പഠിപ്പിക്കണം. കോമേഴ്സ് കഴിഞ്ഞിട്ടുള്ള ഒരുപാട് എക്കണോമിക് ഫിനാൻസ് പ്ലാനർ അല്ലേ, അങ്ങനെ ഒരു പോസ്റ്റ് ഉണ്ട്, ഫിനാൻസ് പ്ലാനർ എന്ന് പറഞ്ഞ പ്ലാനിങ് ഇതിലേക്ക്. അപ്പം നിങ്ങൾക്ക് അതിലേക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. CA, CMA, ACCA ഇതേപോലെയുള്ള ഒരുപാട് സാധ്യതകൾ പിന്നെയും തുറന്നു കിടക്കാൻ. നമുക്കറിയാം നിങ്ങൾ ചേർന്നിരിക്കുന്ന കോഴ്സിന് അനന്ത സാധ്യതകളാണ്. ഇപ്പം അത് എനിക്ക് തോന്നുന്നത് ജാഫർ അലി സാറ് ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ കുറച്ചും കൂടെ നിങ്ങൾക്ക് വിശദീകരിച്ച് തരുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നിങ്ങൾ എടുത്തിരിക്കുന്ന ഡിഗ്രി എന്ന് പറയുന്നത് വളരെ നല്ലൊരു ഡിഗ്രി തന്നെയാണ്, ഒരു സംശയവും വേണ്ട. ലോകത്ത് ഇത് തന്നെയാണ് ഇപ്പോഴത്തെ ഏറ്റവും പണം ഉണ്ടാക്കുക. അത് നേരായ മാർഗങ്ങളിലുണ്ട്. ഗവൺമെന്റിനെ വെട്ടിക്കാതെ ടാക്സ് കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ എല്ലാ ഇതിൽ നമുക്ക് അനുവദിക്കപ്പെട്ട മാർഗങ്ങളിൽ നമ്മൾ പണം ഉണ്ടാകും. ഇതാണല്ലോ അതെല്ലാവരും ചെയ്യുന്ന അങ്ങനെയല്ലേ. എത്രയോ ആൾക്കാരുണ്ട്, ഡോക്ടറാണെങ്കിലും ബാക്കിയുള്ളവരാണെങ്കിൽ അയാളുടെ കീഴിൽ അയാൾ പ്രാക്ടീസ് ചെയ്യും. പക്ഷെ ഒരുപാട് കോമേഴ്സ് വിദ്യാർത്ഥികളുടെ കീഴിൽ ജോലി എടുക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് കുടുംബങ്ങൾക്ക് ജോലി കൊടുക്കുന്ന ധാരാളം കോമേഴ്സ് വിദ്യാർത്ഥികളുണ്ട്. അവരുടെ എന്റർപ്രണർഷിപ്പ് ഒക്കെ അതിൽ ധാരാളം സാധ്യതകളുണ്ട്. അപ്പോൾ ഇത്തരം സാധ്യതകളൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്തണം. അതിന് നിങ്ങൾ അഡീഷണൽ ആയിട്ട് കോഴ്സുകളാണ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ടാലി എന്ന് പറയുന്ന കോഴ്സ് നമ്മൾ നിങ്ങൾക്കറിയാം, ബികോം കഴിഞ്ഞിട്ട് ബികോം എല്ലാവരും പോകുന്ന ഒരു മേഖലയാണ് ടാലി, അല്ലെങ്കിൽ ടാക്സ് പ്രാക്ടീഷണർ. ശരി, ഇതൊക്കെ നമുക്ക് GST ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്, നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നല്ല വിധത്തിൽ കോഴ്സ് കഴിഞ്ഞ് നല്ല പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ ധാരാളം സാധ്യതകളുണ്ട്. ചുരുങ്ങിയത് നമുക്ക് ഒരു ജീവിക്കാൻ മാത്രമുള്ള കാശുണ്ടാക്കാൻ ഈ ബികോം വിത്ത് അഡീഷണൽ എന്തെങ്കിലും ചെറിയ കോഴ്സ് ഉണ്ടെങ്കിൽ സാധിക്കും എന്നുള്ളത് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയുന്ന കാര്യം. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഈ കോഴ്സ് ഏറ്റവും നന്നായിട്ട് ചെയ്യും. ഇവിടെ എല്ലാ വിധത്തിലുള്ള നിങ്ങൾക്ക് അക്കാഡമിക് ആയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ പരമാവധി ചെയ്യാറുണ്ട്. എല്ലാ വിധത്തിലുള്ള നിങ്ങളുടെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള അക്കാഡമിക് എക്സലൻസിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു തരാറുണ്ട്. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ മുന്നേറുക. അതാണ് നിങ്ങൾക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് എനിക്ക് ആഹ്വാനം ചെയ്യാനുള്ളത്. ഞാൻ കൂടുതൽ ദീർഘിപ്പിന്നില്ല. നമ്മൾ ജാഫർ അലി സാറിൻ്റെ ടോക്കിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. അദ്ദേഹം നല്ലൊരു മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്ന ആളാണ്, സിജിയുടെ റിസോഴ്സ് പേഴ്സണാണ്. അദ്ദേഹത്തിനെ ഞാൻ ക്ലാസ് എടുക്കാൻ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് ഇനാഗുറേഷൻ ചെയ്ത് ക്ലാസ് എടുക്കുന്നത് ജാഫർ അലി സാറാണ്. ഞാൻ ഈ അസോസിയേഷൻ ഇനാഗുറേഷന് വേണ്ടിയിട്ട് അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നന്ദി, നമസ്കാരം. It is my pleasure to introduce our chief guest, Dr. Jeffrey Alichan, who has graciously accepted our invitation to join us today. Dr. Jeffrey Alichan is a highly accomplished individual in the field of entrepreneurship. He is a faculty of MBS College, Mangal. He is the director of the Center of Excellence in the Education and Research Person of CG, Calicut. Moreover, he is an entrepreneur coach and consultant. Thank you so much, sir, for accepting our simple invitation and making a mark in the history of MO. Let me invite Dr. Jeffrey for the association inauguration of Department of Commerce 2023. Good morning. So, good morning. Thank you. അപ്പോൾ സന്തോഷമുണ്ട് ഈ ഒരു വേദിയിൽ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ഗുരുവര്യന്മാരുടെ മുന്നിൽ നമുക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് വലിയ അഡ്വാൻറ്റേജ്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് ഇൻവോൾവ് ചെയ്യപ്പെടുന്ന ഒരു അധ്യാപക മോഡൽ കൂടെയാണ് നാസർ സാർ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തെ സമീപത്തിൽ ഇരിക്കാൻ പറ്റുക എന്നുള്ളത് നമുക്ക് വലിയ അനുഗ്രഹം തന്നെയാണ്. നമുക്ക് കൂടുതൽ സംസാരിക്കാനുള്ള വേദി ഇതെല്ലാം ഇതൊരു ഉദ്ഘാടന പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമേ അനുവദിച്ച് നിന്നതാണ്. ഈ ഉദ്ഘാടന സെഷൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങളുമായിട്ട് ചെറുതായിട്ടൊരു ഇൻട്രാക്ഷൻ നടത്തിയിട്ട് നമുക്ക് പിരിഞ്ഞു പോകാമെന്നുള്ളതാണ്
പ്രതീക്ഷിക്കുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിങ്ങളുടെ അസോസിയേഷൻ സെക്രട്ടറിയുടെ ആ ഒരു പ്രസംഗമാണ്. ഞാൻ അത് അപ്രീഷിയേറ്റ്. ഞാൻ ആരംഭിക്കുന്നത് ഈസ് അംബാസഡർ ഓഫ് MOU കോളേജ്. ഓക്കെ, അംബാസഡർ ഓഫ് MOU കോളേജ്. എല്ലാ കോളേജുകളും അംബാസഡേഴ്സ് ഉണ്ടാവും. നമ്മൾ വിശദമായിട്ട് അതിലേക്ക് വരാം. അദ്ദേഹം പറഞ്ഞൊരു വളരെ പ്രധാനപ്പെട്ട ഒരു വാക്ക് സുരേഷൻ അൻസാറും എടുത്തു പറഞ്ഞു. അല്ലേ, കൊമേഴ്സ് എന്ന് പറയുന്നത് ഇസ് ദ ബാക്ക് ബോൺ ഓഫ് ദി സബ്ജക്ട്സ് എന്നോ ദ ബാക്ക് ബോൺ ഓഫ് ദി കറണ്ട് വേൾഡ് എന്ന് നമുക്ക് പറയാം. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ഇരിക്കുന്ന ഈ ദിവസം 24th 24-ാം തീയതിയാണല്ലോ, അല്ലെ? 24/1/2024 ആണല്ലോ. ആണോ? ഏത് ദിവസമായിരുന്നു? ഇന്ന് എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ഡേ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? തോന്നുന്ന ആളുകളുടെ നിങ്ങൾ കൈപിടിച്ചു. എന്തെങ്കിലും തരത്തിൽ ഇന്നത്തെ ലൈഫ് എന്നെ ഈ ശബ്ദം കേൾക്കുന്ന ഈ ഹോളിൽ നിങ്ങളെല്ലാവരെയും ഒരേപോലെ ബാധിക്കുന്ന ഒരു ഡേ ആണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? കൊമേഴ്സുകാരായിട്ടുള്ള പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളെ ബാധിക്കുന്ന ഒരു ഡേ ആണ്? ഞാൻ ഒന്നുകൂടെ ചോദ്യം സ്പെസിഫൈ ചെയ്യാം. ഇവിടെ ഫൈനൽ ഇയർ സ്റ്റുഡൻസ് എത്ര പേരുണ്ട്? ഫൈനൽ ഇയേഴ്സ് പേരൊക്കെ വെരി ഗുഡ്. ഇന്നത്തെ ഡേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ദിവസമാണ് എന്ന് വിശ്വസിക്കുന്ന എത്ര ഫൈനൽ ഇയേഴ്സ് ഉണ്ട്? ഫൈനൽ ഇയേഴ്സ് ഈ മുന്നോട്ട് പഠിക്കണമെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് ഇവിടെ? ഇതിന്റെ ഫർദർ ലെവലിലേക്ക് പഠിക്കണമെന്ന് വിശ്വസിക്കുന്നവര് ഉണ്ട്? വെരി ഗുഡ്. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൊമേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക്, ഇന്ത്യയിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്ക്, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പ് ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളിലേക്ക് നടക്കുന്ന CUT എക്സാം എന്ന് പറയുന്ന PG ലെവൽ എക്സാമിന് അപേക്ഷ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആണ്. ഫസ്റ്റ് ആൻഡ് ദി ലാസ്റ്റ് ചാൻസ്. ഡിഗ്രി കഴിയുമ്പോഴേക്ക് നിങ്ങൾക്ക് കൊമേഴ്സ് എന്ന് പറയുന്നത് ബാക്ക് ബോൺ എന്ന് നഗാർ വിശേഷിപ്പിച്ച ബാക്ക് ബോൺ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ള മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളോ കൊമേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളോ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഇന്ന് തീരുമാനിക്കേണ്ടതുണ്ട്. ഇന്ന് തീരുമാനിക്കണം. നിങ്ങൾ എത്രത്തോളം അതിലേക്ക് അവയറാണ് എന്നത് ചിന്തിച്ചാൽ അറിയാൻ പറ്റും. നമ്മളെടുത്ത വിഷയവും നമ്മൾ നിൽക്കുന്ന പൊസിഷനും തമ്മിലുള്ള ഗ്യാപ്പ് അറിയുന്നു. ഇവിടെ ഞാൻ പറയാം, നിങ്ങൾ എടുത്തിട്ടുള്ള വിഷയവും നിങ്ങൾ നിൽക്കുന്ന ആ വിഷയത്തിൽ നിങ്ങൾ നിൽക്കുന്ന പൊസിഷൻ അറിയണമെങ്കിൽ ഈ ഒരു ദിവസത്തെ പറ്റിയിട്ടുള്ള ഈ ഒറ്റ ചോദ്യം മതി. അപ്പൊ ഈ കാലഘട്ടത്തിനനുസരിച്ച് ചിന്തിക്കാനും അപ്ഡേറ്റഡ് ആവാനുമുള്ള നിങ്ങളുടെ ത്രാണിയാവട്ടെ ഈ അസോസിയേഷൻ മുന്നോട്ട് വെക്കുന്ന പ്രോഗ്രാമുകളെല്ലാം ഉണ്ടാവേണ്ടത് എന്ന് സാന്ദർഭികമായിട്ട് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. അക്കാഡമിക്സ് ആണ് നമ്മുടെ ബാക്ക് ബോൺ എന്നുള്ളത്. ആ ബാക്ക് ബോണിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ വിഷയമാണ് എന്നുള്ള ഒരു മുൻകരുതൽ നിങ്ങളുടെ ഭാവിയിലേക്ക് ഇട്ട് തന്നുകൊണ്ട് നല്ല ഭംഗിയുള്ള, വളരെ പുതുമയുള്ള, ഏറ്റവും നല്ല വാക്കർത്ഥമുള്ള ഒരു പേര് സെലക്ട് ചെയ്തതിന് അത് കോൺട്രിബ്യൂട്ട് ചെയ്ത ആളിലേക്ക് പ്രത്യേകം അഭിനന്ദിക്കുക. ആരായിരുന്നു? ഫൈനൽ ബിക്കം ദ ചീഫ്. ഓക്കെ, സഫേദ എന്ന് പറയുന്ന ഈ കൊമേഴ്സ് അസോസിയേഷന്റെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടന കർമ്മം നിങ്ങളുടെ എല്ലാവരുടെയും പ്രസൻസിൽ, എസ്പെഷ്യലി ബഹുമാനപ്പെട്ട ഒരു ഗുരുവര്യൻ നാസർ സാറുടെ സാന്നിധ്യത്തിൽ ദൈവനാമത്തിൽ അതല്ലെങ്കിൽ ദൈവത്തിന്റെ കടാംശം നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഔപചാരികമായിട്ട് ഈ ഒരു പേര് പ്രഖ്യാപിച്ച അസോസിയേഷൻ ഉദ്ഘാടനം ചെയ്തിട്ട് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.